അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി 15 വർഷമായി ഹോം ഗാർഡായി ജോലി ചെയ്തു വരുന്നതും ഒരു ഗായകനും കൂടിയായ കിൽത്താൻ ദ്വീപ് സ്വദേശി ഷർഷാദ് ഖാൻ. തൻ്റെ അനുഭവങ്ങളും ഹോം ഗാർഡിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. എന്താണ് ഈ ഹോം ഗാർഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഹോം ഗാർഡ് എന്ന് പറഞ്ഞാൽ അതിലുടനീളമുള്ളതാണ് ഈ ഹോം ഗാർഡ് എന്ന് പറയുന്നത്. ഹോം ഗാർഡിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ സഹായിക്കുക, പോലീസിൻ്റെ ഏത് സമയം ആവശ്യം വന്നാലും പോലീസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹോം ഗാർഡിൻ്റെ മുഖ്യമായിട്ടുള്ള ഡ്യൂട്ടി. അപ്പോൾ അത് നമ്മളെ ഓഫീസർ എന്താണ് നമ്മൾക്ക് പറയുന്നത് അത് തീർച്ചയായിട്ടും ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓരോ ഹോം ഗാർഡ് ഉദ്യോഗസ്ഥന്മാരും. അതിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? ഒരുപാട് ചുമതലകൾ ഉണ്ടാവുമല്ലോ ഓരോ കാര്യത്തിനാകുമ്പോൾ. ഇതിന് എന്തൊക്കെയാണ് പ്രധാന ചുമതലകളായിട്ടുള്ളത്? പ്രധാന ചുമതലകൾ നമ്മൾക്കിപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി, അതുപോലെ ഈ കൊടുങ്കാറ്റുകളോ കടക്ഷോഭങ്ങളുണ്ടായാൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും, അതുപോലെ നാട്ടിലിരുന്ന് പൊതുവായിട്ട് എന്ത് സംഭവിച്ചാലും അവിടെയൊക്കെയും ഓടിയെത്താൻ പോലീസുകാരെ പോലെ തന്നെ നമ്മൾക്ക് സാധിക്കുന്നതാണ് ഹോം ഗാർഡിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഹോം ഗാർഡ് സേനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞില്ല, പോലീസിൻ്റേതായ ഡ്യൂട്ടി എന്താണോ അതൊക്കെ ഹോം ഗാർഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മളെ ഹോം ഗാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഹോം ഗാർഡിൽ നമ്മൾ കയറിയതിന് ശേഷം, കാക്കി യൂണിഫോമിൽ ഹോം ഗാർഡായിട്ട് കയറിയതിന് ശേഷം വളരെ സന്തോഷപരമായിട്ടാണ് ഓരോ ഡ്യൂട്ടി നമ്മൾ ചെയ്തു പോകുന്നത്. ഇത് ഏതൊരു ഫോൺ കോൾ വന്നാലും, നമ്മൾ എവിടെ എന്ത് വീട്ടിൽ ജോലിയിലാണെങ്കിലും നമ്മൾ ഫോൺ കോൾ എപ്പോഴും സ്റ്റേഷനിൽ നിന്ന് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. മനസ്സിൻ്റെ ഒരു തൃപ്തിയാണല്ലേ? അതെ. അപ്പോൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് റെഡിയായിട്ട് എന്തിനാ നമ്മൾ ഓഫീസർ വിളിച്ചത് എന്നുള്ള ഒരു തന്ത്രപ്പാടിൽ ഓടി സ്റ്റേഷനിൽ പോകണം. അതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇതൊക്കെ. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഏത് അടിയന്തിരമായ സാഹചര്യത്തിലും അവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇതെൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ഈ പോലീസ് എന്ന് പറയുന്നത് ഒരു വിഭാഗവും അതുപോലെ തന്നെ ഹോം ഗാർഡ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗവുമാണല്ലോ. 2 കാറ്റഗറി ആണല്ലോ. ഇവരുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട്? തീർച്ചയായിട്ടും ഹോം ഗാർഡുകാർക്ക് എന്ന് പറഞ്ഞാൽ പോലീസുകാരില്ലാതെ ഒരു ഡ്യൂട്ടിക്ക് പോകാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. പോലീസുകാർ സീനിയറിറ്റിയുള്ള പോലീസുകാരുണ്ടാകുമ്പോൾ അവരെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ടാണ് എന്ത് ചെയ്യും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ പോലീസുകാരോട് നമ്മൾക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും മനസ്സിന് വല്ലാത്തൊരു ധൈര്യമൊക്കെ ആയിരിക്കും എന്ത് കാര്യത്തിന് പോകുമ്പോൾ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ട്രാഫിക് ഡ്യൂട്ടികൾ, ജെട്ടി ഡ്യൂട്ടികൾ, ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടികൾ, ജനങ്ങളുടെ സുരക്ഷ, ഇതൊക്കെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, പോലീസിൻ്റെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിന് നമുക്കാദ്യം നമ്മളെ ഭാഗം ക്ലിയർ ആകണമെങ്കിൽ നമ്മളോട് പോലീസുകാരൻ ഉണ്ടായാലേ പറ്റുള്ളൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ നിന്ന് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മനസ്സിന് ഒരു ഉന്മേഷവും ആ ഒരു ധൈര്യവും ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാടുകളിൽ പല ദുരന്തങ്ങളും വരാറുണ്ടല്ലോ. ഈ ദുരന്ത സാഹചര്യങ്ങളിൽ ഒരു ഹോം ഗാർഡിൻ്റെ പങ്കെന്ന് പറഞ്ഞത് എന്താണ്? ദുരന്ത സാഹചര്യങ്ങളിൽ, ദുരന്ത പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് കഴിയുന്ന വേഗത്തിൽ അറിയുന്ന ആ സാഹചര്യം വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അവിടെ എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഓക്കി സമയത്ത് എൻ്റെ നാട്ടിൽ ഒരു പെണ്ണ് മിസ്സായി, കടലിൽ മിസ്സായി. നാട് മൊത്തം ഏകദേശം 24 മണിക്കൂറോളം തിരഞ്ഞിട്ടാണ് പെണ്ണിനെ കിട്ടാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ തിരച്ചിലിൻ്റെ ഇടയിൽ തന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കടപ്പുറത്തിൽ ഒന്നിരിക്കാൻ പോയതാണ്. ഒരു പെരുന്നാളിൻ്റെ ദിവസം പോകുമ്പോഴേക്ക് ആ പെണ്ണിൻ്റെ ബോഡി കടലിലൂടെ ഒഴുകി, തിരമാലകളിലൂടെ ഒഴുകിയിട്ട് നമ്മളെ കിൽത്താൻ കുളിക്കരപ്പള്ളിയുടെ ആ ഭാഗത്തേക്ക് വന്ന് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഒട്ടും അടിച്ചു നിന്നിട്ടില്ല, അവിടെ ചാടി ആ പെണ്ണിനെ ബോഡി കയ്യിലെടുത്ത് പിന്നെ 4 പേര് ഇറങ്ങിയവർക്ക് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനും നമ്മളെ
ഈ പോലീസ് ജീവിതത്തിൻ്റെ ഇടയിൽ സംഭവിച്ച സന്തോഷമുള്ള നിമിഷം. അതായത് നമുക്ക് ഡ്യൂട്ടി ഇല്ലാതെ തന്നെ നമ്മൾ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അതെ 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 ആ ഒരു മനസ്സ്, സത്യം പറഞ്ഞാൽ അത് വളരെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ്. അതെ. ഇപ്പം നമ്മുടെ ഈ ഹോം ഗാർഡിൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ് ഇത് ട്രാഫിക് നിയന്ത്രണം എന്ന് പറയുന്നത്. അതിൽ എന്താണ് ചുമതല ശരിക്കും പറഞ്ഞാൽ? ട്രാഫിക് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സാഹചര്യത്തിൽ ചെറുതായിട്ടുള്ള അപകടങ്ങൾ വളരെ വിരളമായിട്ടെങ്കിലും ഓരോ ദ്വീപിലും സംഭവിച്ചു. നാടിൻ്റെ നാനാ ദിക്കുകളിൽ ആക്സിഡൻറ്റുകളുടെ ഒരു തിരക്കാണിപ്പോൾ. കാരണം റോഡിൽ വണ്ടിയും വാഹനങ്ങളും കൂടുമ്പോൾ നമ്മുടെ ശ്രദ്ധ കാരണം ചിലപ്പോൾ മൊബൈൽ റീഡിങ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കൂടെ സംസാരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അപകടങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് പോലീസിന് വളരെ അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു കാര്യമാണ്, ലക്ഷദ്വീപിലിപ്പോൾ സ്കൂൾ ടൈം എവിടെ നോക്കിയാലും സ്കൂൾ ടൈമിൽ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂളിലേക്ക് പോകുന്ന സമയത്തും പോലീസിൻ്റേതും ഹോം ഗാർഡിൻ്റേതും ട്രാഫിക്കുകളുണ്ടാവും. വളരെ അഭിമാനമായിട്ടാണത് ലക്ഷദ്വീപ് പോലീസ് കാണുന്നത്, ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും കുട്ടികളോട് പറയാനുള്ളത് മാക്സിമം നമ്മൾ ട്രാഫിക് നിൽക്കുമ്പോൾ അവർക്ക് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് NCCയിലുള്ളതും NSSയിലുള്ള പിള്ളേരെ നിർത്തിയിട്ട് അവർക്ക് നമ്മൾ ട്രാഫിക്കിൻ്റെ റൂളുകൾ നമ്മൾ സീനിയർ പോലീസുകാരും ഞങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അതല്ലാണ്ട് തന്നെ കുട്ടികൾ വരുന്ന എങ്ങനെയാണ്, ഇവിടെ നിന്ന് വരുന്നവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അവർ വളരെ സല്ലപിച്ച് സംസാരിച്ചുകൊണ്ട് 10-15 സൈക്കിളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർക്ക് പോകാൻ പറ്റില്ല. ഒരു കുട്ടിയെ കുത്തി എന്തെങ്കിലും ഒരു അപകടം ആയിക്കഴിഞ്ഞാൽ, തട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷയത്തിലേക്ക് പോകും. അപ്പോൾ അതിനൊക്കെ മാക്സിമം എല്ലാ ട്രാഫിക് പോയിന്റുകളിലും നിന്നിട്ട് ട്രാഫിക് നമ്മൾ നിയന്ത്രിക്കാറുണ്ട്. അതുപോലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഗതാഗതം സുഗമമാക്കാനും റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ഹോം ഗാർഡ് അംഗങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു അല്ലേ. ഈ പൊതുജനങ്ങൾ പ്രധാനമായിട്ടും റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണ്? റോഡ് സുരക്ഷാ നിയമങ്ങൾ നമ്മളെ ലക്ഷദ്വീപിലെടുത്ത് നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ ആരും പാലിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. കാരണം നമ്മൾ കരയിൽ, കേരളത്തിൽ വൻകരയിൽ പോകുമ്പോൾ വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പം തന്നെ ഫൈനും, നമ്മളറിയാണ്ട് നമ്മൾ മൊബൈലിലേക്ക് മെസ്സേജ് വരും, ഇത്ര രൂപ ഫൈൻ ഉണ്ടെന്ന് അടിച്ചോളാമെന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ലക്ഷദ്വീപിൻ്റെ സാഹചര്യത്തിൽ അതില്ല. ലക്ഷദ്വീപിൽ അങ്ങനെയുള്ള റോഡുകളും ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ല. എന്നിരുന്നാലും നമ്മൾ ഏതൊരു വാഹനം ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് ഇടുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക, ട്രാഫിക് നിയമങ്ങൾ യഥാക്രമം പാലിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അമിതവേഗം ഒഴിവാക്കുക എന്നിവ സൂക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം റോഡിലുള്ള ആക്സിഡൻറ്റുകളും റോഡിൻ്റെ ഒരു സുഗമമായ സ്മൂത്തായിട്ടുള്ള റണ്ണിങ്ങിനും നമുക്ക് സാധിക്കും. ശരിക്കും നേരത്തെ പറഞ്ഞ ആ ഒരു സുരക്ഷാ മാർഗവും കൂടി നമുക്ക് വേണമല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ദ്വീപ് എന്ന് പറഞ്ഞൊരു ചെറിയ പ്രദേശമാണല്ലേ. ഇവിടെ നമ്മുടെ ഹോം ഗാർഡ് പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകത എന്താണ്? ഹോം ഗാർഡ് ലക്ഷദ്വീപിൽ വളരെ 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 മനോഹരമായിട്ടാണ് ഹോം ഗാർഡ് വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ്വീപുകളിൽ ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം അത് ലോകത്തിലെവിടെയും ഇല്ലെങ്കിലും ലക്ഷദ്വീപിൽ അത് വളരെ കൂടുതലാണ്. എല്ലാവരും തമ്മിൽ വളരെ സഹകരണത്തോടുകൂടിയാണ് ലക്ഷദ്വീപിൽ പൊതുവെ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഹോം ഗാർഡിനുള്ളത്. ഈ അടിയന്തര സാഹചര്യത്തിൽ പല അടിയന്തര സാഹചര്യങ്ങളും വരാറുണ്ടല്ലോ, പൊതുജനങ്ങൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ ലക്ഷദ്വീപിൻ്റെ സാഹചര്യത്തിൽ പൊതുവായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാം പോലീസ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാനുള്ള മനസ്സിൽ അങ്ങനെയുള്ള ഒരു വിചാരം വന്നിട്ട് അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ഒരു സമൂഹത്തിന് ഉപകാരപ്പെടാനും ഉപകരിക്കാനും പറ്റുള്ളൂ. പല അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല അങ്ങനെ ചിന്തിക്കുമ്പോൾ. അതെ അതെ, അത് ഓരോ പൗരനും ഓരോ ചിന്താഗതി ആ മനസ്സിൽ വരണം. അതെ, അതായത് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഓരോ പൗരനും അങ്ങനെയുള്ള ഒരു ചിന്താഗതി വന്നാലേ സമൂഹം അങ്ങനെ ആവുള്ളൂ. ആരും പരിഭ്രാന്തരാകാതെ അനധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യണം. അതെല്ലാവരും ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഹോം ഗാർഡ് അംഗങ്ങൾക്ക് എന്തൊക്കെ പരിശീലനങ്ങളാണ് ശരിക്കും കൊടുക്കുന്നത്? ഹോം ഗാർഡ് അംഗങ്ങൾക്ക് പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പോലീസിന് കൊടുക്കുന്നത് പോലെ 3 മാസത്തെ ട്രെയിനിങ്, അത് പോലീസിൻ്റെ ഏകദേശം എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾക്ക് തരാറുണ്ട്. അതിന് ഉപരി അച്ചടക്കം, പൊതുസുരക്ഷ, ട്രാഫിക് നിയന്ത്രണം,
ദുരന്ത സമയത്തെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പരിശീലനങ്ങൾ നൽകുന്ന പരിശീലനങ്ങൾ അതുപോലെ നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഈ പൊതുജനങ്ങൾ ശരിക്കും സഹകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും സഹകരിക്കുന്ന ജനങ്ങൾ പല മെൻറ്റാലിറ്റിയിലുള്ളവരാണ്. എന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഇത്രയും കാലത്തെ ഒരു സാഹചര്യവും പരിചയവും വെച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ട് സമയത്തും ഏതൊരു ആപൽഘട്ടത്തിലും ജനങ്ങൾ പോലീസിനോടൊപ്പം ഒപ്പമുണ്ട്. ഹോം ഗാർഡ് സേവനം ലക്ഷദ്വീപിനെ സാഹചര്യത്തിൽ വളരെ അതായത് ഹോം ഗാർഡ് എന്ന് പറയുന്നത് ആ ദ്വീപിലുള്ളവർ ആ ദ്വീപിൽ തന്നെയാണ്. എത്രത്തോളം കാലം ജോലിയുണ്ട് അത്രത്തോളം കാലം ആ സ്വന്തം ദ്വീപിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോം ഗാർഡ്സിന് അവരുടെ നാടിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളോട് ചുറ്റിപ്പറ്റിയുള്ളതെന്നും അതിൽ നമ്മളോട് സഹകരിക്കുന്നതെന്നും എല്ലാം അറിയാം. പക്ഷേ ഹോം ഗാർഡിനെ വളരെ ഒരു സൈഡായിട്ട് കാണുന്ന ഒരു സമൂഹം പല ആൾക്കാരുണ്ട്. പക്ഷെ അതവർക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥത അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ കുറ്റക്കാരാവും. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നമ്മൾ ചെയ്യേണ്ട കടമകൾ ആരെയും വെറുപ്പിക്കാനോ അവരെ വെറുപ്പ് സമ്പാദിക്കാനോ വേണ്ടിയല്ല. അത് നമ്മളെ കാക്കിയിൽ യൂണിഫോമിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ ചില റെസ്ട്രിക്ഷൻസുകളുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് പാലിച്ചിട്ട് പോകാൻ പറ്റും. അതനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ഹോം ഗാർഡ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു 14 വർഷം ഞാൻ ഹോം ഗാർഡിലായിരുന്നു. ഹോം ഗാർഡിൽ കയറിയതിന് ശേഷം ഞാനൊരു വലിയ രീതിയിലുള്ളൊരു ഗായകനില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗായകനാണ്. അപ്പോൾ ഈ ലക്ഷദ്വീപിൽ നമ്മൾ മ്യൂസിക് പഠിക്കാനോ മ്യൂസിക് പ്ലേ ചെയ്യാനോ ഉള്ള നമുക്കൊരു സാഹചര്യം ഇല്ല. കാരണം അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇത് നമ്മളെ ലക്ഷദ്വീപിലില്ല. അപ്പോൾ ഈ പോലീസിൽ പോയി ഹോം ഗാർഡ് ആയതിനു ശേഷം ഒരു 3 വർഷം മുമ്പ് ലക്ഷദ്വീപ് പോലീസിൻ്റെ അണ്ടറിൽ ബാൻഡിൽ തൃശ്ശൂർ രാമപുരം പോലീസ് 2nd ബറ്റാലിയനിൽ ബാൻഡിൽ ഒരു 3 മാസത്തെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു ഗായകനും കൂടിയാണ്. വലിയ ഗായകനൊന്നും അല്ല, എന്നിരുന്നാലും അത്യാവശ്യം ചെറിയൊരു ഗായകനാണ്. അങ്ങനെ ക്ലാരിനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഞങ്ങൾ 19 പേരുണ്ട്. 19 പേരും ഏകദേശം 3 മാസം കൊണ്ട് ബ്രാസ് ബാൻഡിൻ്റെ ഏകദേശം 10-12 പാട്ടിൻ്റെ ട്യൂണുകൾ പഠിക്കാനും അത് പഠിച്ചു വരാനും സാധിച്ചു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏലം ഗായകനാണല്ലോ, ശ്രോതാക്കൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാമോ? പാട്ട് നമുക്ക് പാടാൻ സൗണ്ട് ശരിയില്ല, എന്നാലും നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പാട്ട് പാടുന്നതിൽ കുഴപ്പമില്ല. ഒരു പാട്ടല്ല, ഒരു 4 വരി പാടാം. മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ, മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കരളായി തുടിക്കുന്ന, കുളിരിൽ കുളിർക്കുന്ന കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷൻ്റെ കഥകൾ പറഞ്ഞാട്ടേ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ, മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ട് പാടിയല്ലോ. പാട്ടറിയില്ല, എന്നാലും കഴിയുന്നത് പോലെ പഠിച്ചു തന്ന നന്നായിട്ടുണ്ട്. നല്ല ഒരു വോയിസും ആണ്, നല്ല പാട്ടാണ്. താങ്ക് യു മാഡം.
നമ്മുടെ യുവവേദി എന്നൊരു പരിപാടിയുണ്ട്, അതിലെന്തായാലും തീർച്ചയായും പങ്കെടുക്കണം. ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുമ്പോൾ ഒരു പരിപാടിയാണത്. തീർച്ചയായും ഇൻഷാല്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഇൻഷാല്ല പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും അത് പങ്കെടുക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും അതുപോലെ തന്നെ നല്ല ഒരു പാട്ടായിരുന്നു. അടിപൊളി. താങ്ക് യു. നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഈ ഹോം കാർഡ് എന്ന് പറയുന്ന സേവനം യുവാക്കൾക്ക് എന്തെങ്കിലും അവസരമുണ്ടോ ഇനി? ലക്ഷദ്വീപിൻ്റെ സാഹചര്യത്തിൽ ഇനിയൊരു അവസരം ഉണ്ടാകുമെന്ന് സംശയമാണ്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഏജ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ലക്ഷദ്വീപ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലക്ഷദ്വീപിൽ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ലക്ഷദ്വീപിൽ ഹോം ഗാർഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ അതിന് പോവുക. ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അറിയിപ്പുകളും സർക്കാർ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോവുക. നമ്മൾ കുടുംബത്തിൻ്റെ കാര്യം ചോദിക്കാൻ മറന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അതുപോലെ തന്നെ 5 പെങ്ങന്മാർ, ഒരു ബ്രദറും. ഫാമിലിയിൽ ഏകദേശം ഉള്ള എല്ലാവരും പാട്ടുകാരാണ്. ഉമ്മ, വാപ്പ, 5 പെങ്ങന്മാർ, ബ്രദർ എല്ലാം പാടും. ലക്ഷദ്വീപിന് ഒരു അഭിമാനമാണല്ലോ പാട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെ. എൻ്റെ ഇളയ പെങ്ങള് ഇവിടെ വന്ന് ആകാശവാണിയിൽ പാടിയിട്ടുണ്ട്, സീനോട്ടി. കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്. അപ്പോൾ വന്ന് പാടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ മൂത്ത 2 സിസ്റ്റർ ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറും ഒന്ന് പ്രൈമറി ടീച്ചറും. അവരൊക്കെ പാട്ടുകാരാണ്. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല കവരത്തിയിൽ വരികയാണെങ്കിൽ അവർക്ക് ഇൻഷാല്ല ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഇവിടെ പരിപാടി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പാട്ടെങ്കിലും പാടണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ആകാശവാണിയിൽ പ്രോഗ്രാം ഉണ്ട്, നമുക്ക് എന്തായാലും വിളിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തലസ്ഥാന കവരത്തിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാര്യയുണ്ട്, 2 മക്കളും, അവരും എൻ്റെ നാട്ടിലാണ്. മക്കൾ ഒന്ന് +2 ഇപ്പോൾ ഡൽഹിയിലേക്ക് NCCയുടെ കാഡറ്റ്സായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ മോന് 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ. ബാപ്പയുടെ പിന്തുടർച്ചയാണല്ലേ? അല്ല, ഉമ്മയുടെ പിന്തുടർച്ച. പണ്ട് കല്യാണ വീടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വരമായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ. നിങ്ങളെ നാട്ടിലൊക്കെ ഈ കൈകൊട്ടുപാട്ടും ഒപ്പനപ്പാട്ടൊക്കെ ഏത് കല്യാണ വീട്ടിലും കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് വന്ന് ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ എൻ്റെ ഒരു മാമനുണ്ടായിരുന്നു. ശരിക്കും അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കുളിർ ചൊരിയുന്നില്ല നമ്മുടെ മനസ്സിൽ. അഭിമാനമാണ്. ഉമ്മ എന്ന് പറഞ്ഞത് തന്നെ ഒരു അഭിമാനമാണ്. പിന്നെ തീർച്ചയായും ഫാമിലിയിലുള്ളവരും അതുപോലെ തന്നെ ഉമ്മയും എല്ലാവരും പാട്ടുകാരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടിക്കും. തീർച്ചയായിട്ടും ഒരു പാട്ട് പാടാം. ഇത് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഔസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദ്രിയ ഷാഹി ബഗ്ദാദി അബ്ദുൽ ഖാദ്രിയ ഷാഹി ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗമ്യ സംവരമതിൽ സഗുണമണി സതത മദദനിധി ഔസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദ്രിയ ഷാഹി ബഗ്ദാദി അബ്ദുൽ ഖാദ്രിയ ഷാഹി ബഗ്ദാദി. ജീലാനിയിൽ ഉദിച്ചേ ജഗമെങ്ങും പ്രവഹിച്ചേ ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉദിത്തേ ചിന്നിൻ സിഞ്ചയക്കൊടി നാട്ടിയ ശക്ത ഭക്ത മുക്ത ജീലാനിയിൽ ഉദിത്ത് ജഗമെങ്ങും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉദിച്ച് ജീലാനിയിൽ ഉദിത്ത് ജഗമെങ്ങും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉദിച്ച് ജിന്നിൻ സിഞ്ചയ കോടി നാട്ടിയ ശക്ത ഭക്ത മുക്ത സത്യത്താളം അടിമുടി ചന്തം മന്ദം ചന്ദിരരാകിയ അന്തിര സുന്ദരരാകിയ ഔസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദ്രിയ ഷാഹി ബഗ്ദാദി അബ്ദുൽ
കാദ്രിയാ ഷാഹെ ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗമ്യ സംവരമതിൽ സകുല സഗുണമണി സതത മദദനിധി ഔസ് മുഹിയദ്ദീൻ അബ്ദുൽ കാദ്രിയാ ഷാഹേ ഷാഹേ ബഗ്ദാദി. വളരെ നന്നായിട്ടുണ്ട്, വളരെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ആകാശവാണിയിൽ വന്ന് ഈ നല്ലൊരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷം, സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആകാശവാണിയിൽ ഇന്നും ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ. പിന്നെ നബിദിനത്തിൻ്റെ ആഘോഷങ്ങളിപ്പോൾ വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇനി എല്ലാവരും സജീവമായിട്ട് മദ്രസകളിലും പള്ളികളിലും മദ്രസകളിലും പാട്ടും ബൈത്തൊക്കെ ആയിട്ടാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ. ഒരു ഗാനത്തിൻ്റെ ഒരു അതെ അതെ, എവിടെ തിരിഞ്ഞാലും നബി വചനങ്ങളും നബിയുടെ മദ്ഹുകളും അതുപോലെ തന്നെ മൈക്കിൻ്റെ സൗണ്ടുകളും. ഇനി അതുകൊണ്ടായിരിക്കും ഒരു 10, 12, 15 ദിവസം അങ്ങനെ മദ്ഹ് ഗാനങ്ങളുടെ ഒരു പരമ്പര. അതെ അതെ അതെ, മിക്കവാറും കിൽത്തനുള്ള മദ്രസകളിൽ, എൻ്റെ നാട്ടിലുള്ള മദ്രസകളിൽ മത്സര പരിപാടികൾക്ക് ജഡ്ജസായിട്ടൊക്കെ പോകാറുണ്ട്, വിളിക്കാറുണ്ട്. പറ്റുന്ന നമുക്ക് നല്ല പാട്ടുകൾ മക്കളെ സെലക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പാട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോം ഗാർഡ് എന്ന് പറയുന്ന ഒരു ജോലിയുടെ ഒരു ഭാഗമായ ഒരു ഗായകൻ എന്ന് പറയുമ്പോൾ ആ പാട്ടും കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിന് സത്യം പറഞ്ഞാൽ ഒരു കുളിർമ നൽകുന്ന ഒരു സംഗതി തന്നെയാണല്ലേ. അതെ അതെ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ടൈം എവിടെയും പോകില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും. എനിക്ക് കല്യാണ പാട്ടുകൾ, കുട്ടികളുടെ ബർത്ത്ഡേ പാട്ടുകൾ, താരാട്ട് പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇറക്കണം. എനിക്ക് എൻ്റെ വീട്ടിൽ സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരെ വിളിച്ച് പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുമ്പോൾ അവർ ഇതിനായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും ഏത് സമയവും ഏത് പാതിരാത്രി വിളിച്ചാലും നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് ഒരു ഹോം ഗാർഡ് എന്ന നിലയിൽ കൊടുക്കാനുള്ളത്? ഹോം ഗാർഡ് എന്നുള്ള നിലയിൽ കൊടുക്കാനുള്ള ഒരു ഉപദേശം ഒരുപാടുണ്ട്. അതിപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞാൽ ഒരുപാട് സമയം വരും. ചുരുക്കി ഞാൻ പറയാം ഏതായിട്ടും. നിയമങ്ങൾ, റോഡിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അത് നമ്മൾ ഓരോ നമ്മൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികളോട് പറയുക, റോഡ് ശ്രദ്ധിച്ചിട്ട് പോകുമ്പോഴും വരുമ്പോഴും സൈഡ് കീപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ള ഒരു കാര്യം മക്കളോട് പറയാം. അപ്പോൾ റോഡിൽ തിരക്ക് കുറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കും വരുന്നവർക്കും റോഡിലെ നിയമങ്ങൾ പാലിച്ച് പോകുമ്പോൾ അതിൻ്റെ റോഡ് നമ്മൾക്ക് ആക്സിഡൻറ്റും കുറയും. അതുമാത്രമല്ല നമ്മളെ മക്കളെപ്പോഴും സേഫായിരിക്കും. പിന്നെ അതല്ലാണ്ട് എപ്പോഴും നമ്മൾ ജാഗ്രതരായിരിക്കണം. എന്തൊരു കാര്യവും നമ്മളെ ചുറ്റുപാടുകളിപ്പോൾ വളരെ മോശം സ്ഥിതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തൊരു കാര്യത്തിനും ഏത് സമയവും വിളിപ്പുറത്ത് ഉത്തരം കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം, ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇപ്പോൾ എൻ്റെ നമ്പറില്ലാത്ത ഒരാളും കിൽത്തനിലുണ്ടാവില്ല, ഏകദേശം എല്ലാവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടായാലും, ഇനി നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എന്തുണ്ടെങ്കിലും വിളിച്ച് പറയാനും വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചോദിക്കാനും ഏത് സമയവും നമ്മൾ തയ്യാറാണ്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് തയ്യാറാണ്. ഞങ്ങളെ അവിടെയുള്ള OIC എന്ന് പറഞ്ഞാൽ ഷൗക്ക് സാറാണ്, കവരത്തിയിലുള്ള ഷൗക്ക് എസ് ആണ് ഇപ്പോൾ നമ്മൾ അവിടുത്തെ കിൽത്തനിലെ സാറ്. അപ്പോൾ സാറെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെയും വേണ്ട രീതിയിൽ തന്നെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. തീർച്ചയായും അത് കൂടെയുള്ള സബോർഡിനേറ്റിനോട് അത് പറയാറുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയിക്കോട്ടെ, ഇനി ഡേ ഡ്യൂട്ടി ആയിക്കോട്ടെ, BT ഡ്യൂട്ടി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും സാറ് വളരെ വിശദമായിട്ട് മക്കളോട് കൂടെയുള്ള പ്രവർത്തകരോട് പറയാറുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നാട്ടുകാരും കൂടി സഹകരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഹോംഗാർഡുകാരൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു SI വിചാരിച്ചാൽ ഒരു നാട് എങ്ങനെയായാലും ശരിയാവില്ല, നന്നാകാൻ പറ്റില്ല. കാരണം ജനറേഷൻ അങ്ങനെയാണ്. അപ്പം നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ ഒത്തുപിടിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു മലയും പൊക്കാൻ പറ്റും. ഇത്രയും എനിക്ക് അതാണ് വേണ്ടതല്ലേ, നാട്ടുകാരുടെ ഒരു സഹകരണം. എന്തായാലും എന്ത് കാര്യം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടത് എന്താണ്? നാട്ടുകാരുടെ സഹകരണം.
നാട്ടുകാർ സഹകരിക്കുമ്പോഴാണ് പോലീസ് നിൽക്കുക. നാട്ടുകാരുടെ സഹകരണം എപ്പോഴും ഉണ്ടെങ്കിൽ പോലീസുമാർക്ക് സന്തോഷം ഉണ്ടാവും. അവരെ വലിയൊരു ഭാരം നമ്മൾക്ക് കുറയാൻ പറ്റും. എന്തൊരു കാര്യങ്ങളും ഒരു പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലീസിനെ അറിയിക്കുമ്പോൾ അത് പോലീസിനൊരു എനർജി ഉണ്ടാവും. അതിന് പലരും നിൽക്കുന്നില്ല. എന്ത് കാര്യങ്ങൾ അറിഞ്ഞാൽ പോലീസ് വന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് ജനങ്ങളും പോലീസും ഒന്നാവുക, ഒരുമിച്ച്. അല്ല അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തായാലും ജനങ്ങൾ ചെയ്യുക. പോലീസ് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാവില്ല. അവരുടെ സുരക്ഷിത എന്ന് പറഞ്ഞാൽ പോലീസാണ്. അവരുടെ സ്വത്തും അവരെല്ലാം സംരക്ഷിക്കുന്നത് പോലീസാണ്. അപ്പോൾ അത് ഞങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ പൊതുജനങ്ങളും ഞങ്ങളോട് സഹകരിക്കുക. ഇത്രമാത്രം പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം വിലപ്പെട്ട അറിവുകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആകാശവാണിയുമായിട്ടുണ്ടാവും നിങ്ങളോടൊപ്പം. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 15 വർഷമായി ഹോം ഗാർഡായി ജോലി ചെയ്തു വരുന്നതും ഒരു ഗായകനും കൂടിയായ കിൽത്താൻ ദ്വീപ് സ്വദേശി ഷർഷാദ് ഖാൻ. ഇനി അടുത്ത ദിവസം മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട.